മേഘദന്താത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാ സർവവിഘ്നഹരം ദേവം സർവവിഘ്നവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം മേഘദന്താത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാത് തന്നോദന്തി പ്രചോദയാ സർവവിഘ്നഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാത് തന്നോദന്തി പ്രചോദയാ സർവവിഘ്നഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാത്. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. നമ്മളിന്ന് ശ്രീ സൂക്ത ഗണപതി ഹോമം താമരമൊട്ട് വെണ്ണ പുരട്ടിക്കൊണ്ട് ചെയ്യുന്ന ശ്രീ സൂക്ത ഗണപതി ഹോമം, അതോടൊപ്പം തന്നെ ലക്ഷ്മി വിനായക മന്ത്രം, അതുപോലെ തന്നെ ശ്രീ വശ്യമന്ത്രം, അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദന മഹാഗണപതി ഹോമം, ഇങ്ങനെയുള്ള മന്ത്രങ്ങളെ കൊണ്ടുള്ള പൂജകളും ഗണപതി ഭഗവാന്റെ അഷ്ടോത്തര ശതനാമാവലിയുമാണ് ചെയ്യുന്നത്. ആഡംബരങ്ങൾ വലുതായിട്ടോ ഇല്ല. ക്രിയകളെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ എന്താണ് ആവശ്യം, ആ ആവശ്യങ്ങളിൽ മേൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പൂജകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരുപാട് കടബാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിച്ച് ഒരുപാട് വിഷമങ്ങൾ അവരുടെ പറയാറുണ്ട്. നമ്മുടെ തിരക്ക് കാരണം എല്ലാം കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ശ്രീ സൂക്ത ഗണപതി ഹോമം ചെയ്യാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുക എന്നാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുകയും, ഇപ്പോൾ നമ്മൾ റീൽസ് ഇടണമെന്നില്ല, കൃത്യമായിട്ട് എല്ലാവരും വെള്ളിയാഴ്ചയുടെ തലേ ദിവസം വ്യാഴാഴ്ച ദിവസം ഇവിടത്തേക്ക് പേര് നക്ഷത്രം എന്നിവ അയച്ചു തരികയും ഈ പൂജ ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നതിന് പ്രകാരം ആണ് നമ്മളിന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ ആരും ഇല്ലെങ്കിൽ വേണ്ട, നിർത്താം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഹോമമാണെങ്കിൽ പോലും പക്ഷേ വീണ്ടും ആളുകൾ അത് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്ക് നാളെ രാവിലെ ഹനുമാൻ സ്വാമിക്ക് പൂജയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ റീൽസ് ഇട്ടിട്ടുണ്ട്. അതിനും ഒരുപാട് പേര് വെറ്റിലമാലയും ചാർത്തി ഹനുമാൻ സ്വാമിക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊരു പെട്ടെന്ന് ഒരു കാര്യം നടന്നു വരണം. നമുക്ക് താമസം ഉണ്ടാകാതെ നടക്കണം, വസ്തു വിൽപ്പന നടക്കണം, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിവാഹ കാര്യങ്ങൾ നടക്കണം, നമുക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകണം, ഒരു പ്രൊമോഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ തൊഴിൽ കിട്ടണം, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ തടസ്സം പെട്ടെന്ന് മാറണം. അപ്പം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാലതാമസം വിസയൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ദോഷങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്രീ സൂക്ത ഗണപതി ഹോമം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും നമ്മുടെ സർവ്വ ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും വേണ്ടിയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും നടന്നു വരുന്ന ഗണപതി ഹോമമാണ് ശ്രീ സൂക്ത ഗണപതി ഹോമം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരുപാട് പേര് പങ്കെടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കടബാധ്യത തീരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, അത് കഷ്ടപ്പെടാതെ മാറത്തുമില്ല. അപ്പം നമ്മൾ ആ കഷ്ടപ്പെടുന്ന ആ ഒരു കാര്യത്തിന്മേൽ ഒരു ഊർജം പകരുക. അപ്പം ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സിദ്ധിയും ബുദ്ധിയും കൂടി ഹോമകർമ്മങ്ങളിലൂടെ കിട്ടത്തുള്ളൂ. ഏത് കർമ്മം ചെയ്താലും നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നത് സിദ്ധിയുടെ രൂപത്തിലും ബുദ്ധിയുടെ രൂപത്തിലും ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ബുദ്ധി തരിക, സിദ്ധി ഉണ്ടാവുക. നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ വശ്യം, ഇതിനകത്ത് ശ്രീവശ്യം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. ശ്രീവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ഒരു മന്ത്രമാണ്. ഗണപതിയുടെയും ശക്തിയും മഹാലക്ഷ്മി വിഷ്ണുവിൻ്റെ ശക്തിയുമായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെയും കൂടെ ഒരു ചൈതന്യം വരുന്ന മന്ത്രമാണ് ശ്രീവശ്യം എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മളൊരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് കൊടുക്കാനുള്ള മനസ്ഥിതിയുണ്ട്, ഇച്ചിരി പൈസ കിട്ടാനുള്ളൊരു സമയം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസമുണ്ട്. കൊടുക്കാനുള്ള മനസ്ഥിതി ഇല്ലെന്ന് വരിയിൽ അത് വിപരീതമായിട്ടേ ഫലം ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടെന്ന് വരിയിൽ അതിന് വഴി തെളിയും. ഇന്നതുപോലെ ചെയ്ത് അതിൻ്റെ ഒരു വഴി തെളിയും. ഒരു വസ്തു വിറ്റ് വേറൊരാൾ പറയുക, ഞാൻ നിങ്ങളെ കുറച്ച് കാലം സഹായിക്കാം, നിങ്ങളതിൻ്റെ ഇടപാട് തീർക്കാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വഴി നമുക്ക് തെളിഞ്ഞു വരും. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ 1 രൂപയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കും എന്നൊരു മനസ്ഥിതി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണം. ഉറച്ച മനസ്സോടുകൂടി വേണം. വെറുതെ വിചാരിച്ചിട്ട് കാര്യമില്ല, എന്നെ കിട്ടുമ്പോൾ കൊടുക്കാം എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ, ആ വാങ്ങിച്ചവർ വിചാരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളവിടെ എത്തിക്കാൻ ശ്രമിച്ചു നോക്കിക്കോ. ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പം നമുക്ക് ഒറ്റൊന്നും വരുത്തില്ല. 100 രൂപയെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു 100 രൂപയെങ്കിലും, 1,00,000 രൂപ കൊടുക്കാനുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മളൊരു 1000 രൂപ കൊണ്ടുപോയി കൊടുക്കുക, അതുകൊണ്ട് തൽക്കാലം ഇത് വെക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്ഥിതി മാറിയാൽ തന്നെ നമ്മൾ ഈ ചെയ്ത കർമ്മങ്ങളുടെ ഫലസിദ്ധി ഉണ്ടാകും. അപ്പം കടബാധ്യത വിട്ടൊഴിഞ്ഞ് മാറുന്നതിന് പുരാണ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ഋണം, ഇതിൻ്റെ മന്ത്രത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഋണം, രോഗം, ദാരിദ്ര്യം, പാപം, വിശപ്പ്, അപമൃത്യു, ഭയം, ശോകം, മനസ്താപം,
ഈ മന്ത്രജപത്താൽ ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന കടബാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. കടം മാത്രമല്ല, കടം രോഗം വിട്ടൊഴിഞ്ഞു മാറുമെന്ന് പറയുന്നുണ്ട്. ഋണം, രോഗം, ദാരിദ്ര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഋണം, രോഗം, ദാരിദ്ര്യം, പാപകർമ്മങ്ങൾ ഉണ്ടാകി പോവുക. നമ്മളറിയുന്നില്ല, നമ്മളറിയാതെ പാപകർമ്മങ്ങൾ പോകും. അപ്പം പാപം, വിശപ്പ്, അപമൃത്യു ഉണ്ടാവുക, കുടുംബങ്ങളിൽ അപമൃത്യു, ഭയം ഉണ്ടാവുക, ശോകം, മനസ്താപം ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് ഋഗ്വേദ സൂക്തത്തിൽ പറയുന്ന മന്ത്രമാണ് ഈ പറയുന്ന ശ്രീ സൂക്തം എന്ന് പറയുന്നത്. അത് ഞാനോ എൻ്റെ തൊട്ട് മുമ്പിലുള്ള തലമുറയോ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള തലമുറയിൽപ്പെട്ട ആരെങ്കിലുമോ ഒരു 100-200 വർഷം മുമ്പ് ഒരു ഭൂമിയിൽ ജനിച്ചൊരു മനുഷ്യൻ എഴുതി വെച്ച ഒരു കൃതി എടുത്തു വെച്ചിട്ട് പൂജ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഋഷീശ്വരന്മാർ കോടാനുകോടി വർഷത്തെ തപസ്സിൻ്റെ ബലത്തിൽ എഴുതി വെച്ചിട്ടുള്ള മന്ത്രങ്ങളാണ് ഋഗ്വേദ സൂക്തങ്ങളെന്ന് പറയുന്നത്. കോടാനുകോടി നൂറ്റാണ്ടുകൾ നമുക്കറിയില്ല. അപ്പോൾ അത്രത്തോളം പഴക്കമുള്ള ഋഗ്വേദ സൂക്തം എടുത്തുകൊണ്ട് ഇന്ന് നമ്മൾ ആ ഋഷിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. നമ്മൾ ഗണപതി ഹോമം ചെയ്യുമ്പം ഗണക ഋഷി, നിജർഗാചന്ത മഹാഗണപതിർ ദേവത എന്ന് പറയും. ഗണകൻ എന്ന് പറഞ്ഞ ഋഷി, ഗണക ഋഷി എന്ന് പറഞ്ഞ ഋഷിയാണ് ആ മന്ത്രത്തെ എഴുതിയിട്ടുള്ളത്. അപ്പം ആ ഋഷിയെ ഇപ്പോഴും നമ്മൾ ഛന്തസ് തൊടുക എന്നാണ് പറയുന്നത്. ഛന്തസ് തൊട്ടതിന് ശേഷം മാത്രമേ ആ മന്ത്രം എടുക്കാൻ പറ്റത്തുള്ളൂ. മന്ത്രം എടുത്താൽ മാത്രമേ ഫലം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഫലമില്ലാതെ പോകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ അസുരന്മാരും ഉണ്ടായിരുന്നു, ദേവന്മാരും ഉണ്ടായിരുന്നു. പൂർവികമായിട്ട് നമുക്കറിയാം. അപ്പോൾ ദേവന്മാർ പഞ്ചഭൂതങ്ങളിലോട്ട് പോയി, അസുരന്മാരും പഞ്ചഭൂതങ്ങളിലോട്ട് പോയി. പഞ്ചഭൂതാത്മകമായിട്ട് ലോകത്ത് ജീവജാലങ്ങളുണ്ടായി, മനുഷ്യനും ഉണ്ടായി, മൃഗങ്ങളും ഉണ്ടായി. ഇപ്പം നമുക്കറിയാം, മനുഷ്യരായിട്ട് എത്രയോ ആളുകളെ, പാവപ്പെട്ടവരെ സഹായിക്കുന്നു. വയനാട് ദുരന്തങ്ങൾ പോലെയുള്ള സമയത്തും കൊറോണ പോലുള്ള സമയങ്ങളും ഒക്കെ നമ്മൾക്കറിയാം. നമ്മൾ തന്നെയാണ് നമ്മളെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും രക്ഷിച്ചത്. ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കറിയാം, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും നമുക്കറിയാം, മനുഷ്യരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും ധനം കൊടുത്തും നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെട്ടു. ഇതുപോലെ തന്നെ എത്രയോ ആളുകൾ ക്രൂരന്മാരായിട്ട് നടന്നിട്ട് ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, തിരുവനന്തപുരത്തൊരു സംഭവം ഉണ്ടാകുന്നു. ഒരാൾ 6-7 പേരെ നിഷ്കരണം വധിക്കുക, തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, മൃഗങ്ങളെ ഉപദ്രവിക്കുക. അപ്പം അസുരന്മാരായിട്ടും മനുഷ്യർ ജനിച്ചിട്ടുണ്ട്, മനുഷ്യന്മാരായിട്ടും ജനിച്ചിട്ടുണ്ട്. എങ്ങനെ? അവരുടെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരും. അപ്പം മനുഷ്യരൂപം പൂണ്ട അസുരൻ എന്ന് പറയും, മനുഷ്യരൂപം പൂണ്ട ദൈവം എന്ന് പറയും. എത്രയോ പേരെ രക്ഷിക്കുന്ന ആളുകളുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നവരുണ്ട്, നമ്മൾ പോലും അറിയാതെ എത്രയോ പാവങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അപ്പം മനുഷ്യൻ തന്നെ 2 രൂപത്തിൽ അവതരിക്കുന്നുണ്ട്, അസുര രൂപത്തിലുമുണ്ട്, മനുഷ്യരൂപത്തിലുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആർക്കും മാറ്റാൻ പറ്റുന്ന രീതിയല്ല. അപ്പം അവരുടെ മാനസികമായ സ്വഭാവമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇത് പൂജയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കർമ്മങ്ങൾ എന്ന് പറയുന്നത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ ഇതിനകത്തൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. ഈ മന്ത്രം എടുത്ത് ജപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കടബാധ്യത തീരുന്നതിന് ഉറപ്പുള്ളൊരു മന്ത്രം എന്ന് പറയുന്നതും ഇതാണ്. അതുകൂടാതെ വേറെയും മന്ത്രമുണ്ട്. ഓം ധ്രുവാസുത്വാസു ഷിജിഷു ഷിയന്തോ വാസ്മൽപാശം വരുണോ മുമോജൽ അവോ വന്വാനാം അതിഥേരുപസ്ഥാൽ ദ്യൂയം പാദ സ്വസ്തിഭി സദാന സ്വഹ. കടബാധ്യത തീരുന്നതിന് വേണ്ടിയിട്ടുള്ള വരുണമന്ത്രമാണ്. കടബാധ്യത തീരുന്നതിന് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ഓം ഉത്തിഷ്ടപുരുഷ ഹരിപിങ്കള ലോഹിതാക്ഷ ധനധാന്യ സമൃദ്ധിമേ ദദാഭയ സ്വാഹ എന്ന് പറയുന്ന മന്ത്രം സമൃദ്ധി ഉണ്ടാകാനായിട്ടുള്ള മന്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങളെ ഋഷീശ്വരന്മാർ ഇതിനൊരു ചെറിയ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അസുരന്മാരെടുത്ത് പ്രയോഗിക്കരുത് ഈ മന്ത്രം. അസുരന്മാരെന്ന് വെച്ചാൽ അസുര മനസ്സുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അസുരന്മാരില്ലല്ലോ, നമുക്കറിയാൻ പറ്റും. മനുഷ്യന്മാരേ ഉള്ളൂ. മനുഷ്യന്മാർ തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് 2 വിഭാഗം ഉണ്ട്, അസുരന്മാരും ദേവന്മാരും ഉണ്ട്, മനുഷ്യഗണവും ഉണ്ട്. നമ്മൾ അസുരഗണം, ഗണത്തിൽപ്പെടുന്ന ആളുകളെ അല്ല പറയുന്നത്, മനസ്സിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം ആ മനസ്സുമായിട്ട് നടക്കുക. മറ്റൊരാളെ വെട്ടിക്കണം, ചതിക്കണം, കൊല്ലണം, ഉപദ്രവിക്കണം, ആരെയും ഇതില്ലാതെ നടക്കുന്ന ആളുകളെയാണ് പറയുക. അവർ ഒരു ആപത്ത് വരുമ്പോൾ ഓടി അങ്ങോട്ട് വന്നിട്ട് ഒരു ജ്യോത്സ്യനെയോ ഒരു പൂജാരിയോ കണ്ടിട്ട് പറയും, ഞങ്ങൾക്ക് ഇന്ന പോലെ ഒരു ആവശ്യമുണ്ട്, എന്താ വേണ്ടേ? അപ്പം നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം അവിടെ പുറയിലുണ്ട്. ആ കർമ്മങ്ങളെ അവിടെ വെച്ചുകൊണ്ട് ഇവർ ഓടി വന്നിട്ട് ചോദിക്കും, എന്താ വേണ്ടേ? അപ്പോൾ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ശ്രീസൂക്ത മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂജ ചെയ്തോളൂ എന്ന് പറയും. അപ്പം ആ പൂജ ചെയ്ത് കഴിയുമ്പം ഇവർക്ക് ഫലസിദ്ധി ഉണ്ടാവത്തില്ല. എന്താ കാരണം? അതിൽ വലിയ ദുഷ്കർമ്മം അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പം അതിൽ വെച്ചിരിക്കുന്ന ഒരു നിബന്ധന ഇതാണ്: നമ്മുടെ ഉള്ളിലുള്ള സർവ്വ പാപങ്ങൾക്കും പരിഹാരം തേടി മനസ്സോടുകൂടി, ഭഗവാനെ എന്നുള്ള വിളിയോടുകൂടി, ആ ഒരു ആത്മാർത്ഥമായ മനസ്സോടുകൂടി, നിങ്ങൾ അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ അമ്മയെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അതുപോലെ ഭഗവാനെ വിളിച്ചാൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ആ കർമ്മത്തിൽ നിന്നും
ഫലസിദ്ധി ഉണ്ടാകത്തുള്ളൂ ഋഷീശ്വരന്മാർ ഒരു ചെറിയ ഒരു നിബന്ധന അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചിട്ടുള്ളതല്ല, അങ്ങനെ വാമൊഴിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിബന്ധനയുണ്ട്. അപ്പം നിബന്ധന വെച്ചിട്ടിരിക്കുന്നതിൻ്റെ പ്രകാരം നമ്മൾ ഈ ചെയ്യുന്ന കർമ്മത്തിൽ ഭക്തി പുരസരം പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടുകൂടി എന്ന് ദൈവം പറയുന്നില്ല, അറിവോടുകൂടി ഭഗവാനെ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. ഭഗവാനെ അറിയുക ചെയ്യേണ്ടത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാനുണ്ടെന്നുള്ള ആ ഭാവം, പഞ്ചഭൂതാത്മകമായിട്ട് ഭഗവാൻ എല്ലായിടത്തും ഒരുപോലെ വസിക്കുന്നു എന്നുള്ള ഭാവത്തിൽ തന്നെ അറിഞ്ഞുകൊണ്ട് ആ പൂജാതി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകും. കടബാധ്യത തീരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം. ഒരുപാട് പേര് ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ചതേ ഉള്ളൂ, കടബാധ്യത തീരുന്ന കാര്യം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. ഉടൻ തന്നെ ശ്രീ സൂക്ത ഗണപതി ഹോമത്തിന് ദക്ഷിണ അയച്ചു തന്നിട്ടുണ്ട്. അവരോടും കൂടെ ചേർത്താണ് പറയുന്നത്, കടബാധ്യത തീരുന്നതിന് ആദ്യം വേണ്ടത് കടബാധ്യത തീർക്കണം എന്നുള്ള ആത്മാർത്ഥമായൊരു മനസ്സുണ്ടോ, കടബാധ്യത തീരാനുള്ള വഴി തെളിയുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ആദ്യം വേണ്ടത് കടബാധ്യത തീരുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ മനസ്സ് വേണം. ആ മനസ്സില്ലാതെ നമ്മൾ ചെയ്താൽ കർമ്മഫലം കിട്ടത്തില്ല. അപ്പം അത് വരുന്നതനുസരിച്ച്, നമ്മുടെ കയ്യിൽ വരുന്നതനുസരിച്ച് തീർക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഫലസിദ്ധി ഉണ്ടാകും. നമുക്കിപ്പോൾ ദേഹശുദ്ധി, ആത്മാരാധന, ശംഖുപൂരണം പോലുള്ള കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഓണാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇത് പറയുന്നത് ഇതിനു വേണ്ടി തന്നിരിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ അവർക്ക് ഇത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഈ പൂജയിൽ ഇത് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് പേര് നക്ഷത്രം അയച്ചു തന്നിട്ടുള്ള സുഹൃത്തുക്കളുടെ പേരൊന്ന് വായിക്കാം. പ്രസാദ് വി തിരുവോണം, വിഷ്ണു പൂയം, വിപിൻ കാർത്തിക, അനൂപ് മകേരം, പ്രീത അവിട്ടം, സീത പൂരം, മുന തൃക്കേട്ട, മീര അനിഴം, ശ്രീനിവാസൻ ചിത്തിര, ശ്രീപ്രിയ രോഹിണി, അഖിൽ പൂയം, ശ്രീലക്ഷ്മി തിരുവോണം, സഞ്ജയ് കുമാർ രോഹിണി, അമ്പു ചോതി നക്ഷത്രം, മണികണ്ഠൻ ഉത്രാടം, ധന്യ പൂയം, ലീന തിരുവോണം, അജിത്ത് പി തിരുവാതിര, സനു മൂലം, വിപിൻ രാജ് ചോതി, വിവേക് രാജ് പുണർദം, രാജേന്ദ്രപ്രസാദ് ചതയം, ദീപ ചോതി നക്ഷത്രം, പ്രീത തിരുവോണം നക്ഷത്രം, സുജേഷ് ചോതി നക്ഷത്രം, ലക്ഷ്മി വിശാഖ നക്ഷത്രം, ജിജി മകേര നക്ഷത്രം, ശ്രീദേവി അനിഴം, സജി ഉത്രാടം, ഫാസി തിരുവാതിര, ദിവ്യ ചിത്തിര, ദൃശ്യ ഉത്രാടം, അച്ചു അനിഴം, റോബിൻ മകയിരം, ബാബു അനിഴം, ശ്രീനാഥ് പൂയം, ഗൗതം മകം, മൈഥിലി രോഹിണി നക്ഷത്രം, ജയ്ശങ്കർ മകയിരം, മനു പൂരം, സജീവ് തിരുവോണം, ലീന തിരുവോണം, അഞ്ജലി ഉത്രട്ടാതി, വിഘ്നേഷ് ഉത്രം, ബ്രിജിത്ത് വട്ടുകുളം ഉത്രം നക്ഷത്രം, രാജേഷ് രേവതി നക്ഷത്രം, അനഘ ചോതി നക്ഷത്രം, രാജേഷ് രേവതി, അനഘ ചോതി, അനീഷ് അരവിന്ദ് മകയിരം, സൗമ്യ തിരുവോണം, രാകേഷ് ഉത്രം നക്ഷത്രം, ബിന്ദു ചോതി, അനുജ പുണർദം, സന്തോഷ് ചോതി, ഗണേഷ് പൂരാടം, രമ്യ രാജീവ് ചോതി, കിഷൻ രാജീവ് രോഹിണി, കൃഷ്ണകുമാർ രോഹിണി, ഹരിദാസൻ ചൊക്കേമന്യാടിയാർ പൂരാടം, പ്രദീപ് അശ്വതി, പ്രസാദ് ചിത്തിര, ശ്രീജ പൂരുരുട്ടാതി. ഇത്രയും പേരാണ് ഈ പൂജയ്ക്ക് തന്നിട്ടുള്ളത്. ഹലോ, റെയിൽവേ ക്രോസ് എത്തുന്നതിന് മുമ്പ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ അത് തന്നെ, അതിലെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വന്നാൽ മതി. നമ്മുടെ റെയിൽവേ ക്രോസ് കയറുന്നതിന് മുമ്പായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, നാരായണത്തുകാവെന്നും പറഞ്ഞ അമ്പലത്തിന്റെ കേട്ടോ. എത്ര ദൂരം കാണും റെയിൽവേ ക്രോസിന്റെ അവിടുന്ന് ഒരു 200 മീറ്ററേ വരത്തുള്ളൂ. ആ റോഡേ ഇങ്ങ് വന്നാൽ മതി. ഞാനിപ്പോ റെയിൽവേ ക്രോസ് കാണുന്ന വണ്ടി ബ്ലോക്കിന്റെ അവിടെ എത്തി, അവിടെ വരെ വരണ്ട. വേണ്ട, അതിന് മുമ്പായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് നാരായണത്തുകാവെന്നും. ആരോടും ചോദിച്ചോ അവിടെ കേട്ടോ. ഇടത്തോട്ടോ? ഇടത്തോട്ടാണോ വലത്തോട്ടോ? ഇടത്തോട്ട്. പടിഞ്ഞാറ് വരുമ്പോ ഇടത്തോട്ട്. ലെഫ്റ്റ് സൈഡിലാ? അതെ അതെ അതെ. ആ ഓ ശരി ശരി. അപ്പം നമ്മുടെ പൂജയ്ക്ക്, അമ്പലത്തിൽ ഈ പൂജയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരാനുള്ളവരാണ് ഇപ്പോൾ വിളിച്ചത്. അപ്പം ഫോൺ എടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇത്രയും പേരുടെ പേര് നമ്മൾ വായിച്ചിട്ടുണ്ട്. ശ്രീജ പൂരട്ടാതി, പ്രസാദ് ചിത്തിര, പ്രദീപ് അശ്വതി, ഇത്രയും പേരുടെ പേരും കൂടി ഇതിനകത്ത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ലൈവിന് താഴെ പേരയക്കുന്നവരുടെ പേരും ചേർത്ത് നമുക്ക് ശ്രീ സൂക്ത മന്ത്രം, താമരമുട്ട്, വെണ്ണ പുരട്ടിക്കൊണ്ടുള്ള ഹോമമുണ്ട്. അതിന് മുമ്പായിട്ട് ഗണപതി ഹോമമുണ്ട്. അപ്പോൾ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ആ പൂജയും കൂടെ ചേർത്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പേര്, ഇത്രയും ആളുകളും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ വരത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല ജോലിയിലുള്ളവരും പലരും വിദേശ രാജ്യങ്ങളിലായിരിക്കും. ഇപ്പം സമയവ്യത്യാസം ഉണ്ടാവും. ഇപ്പോഴിവിടെ 8 മണിയാവുന്നുണ്ട്, പലയിടത്തും ഇപ്പം 6 മണിയാവുന്നതേ ഉള്ളൂ. ചിലയിടത്ത് രാത്രിയായിരിക്കും. ലണ്ടനിലുള്ളവരൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ഫോൺ വിളിച്ചിട്ട് അവരുടെ വിഷയമങ്ങൾ പറയുമ്പോൾ അതിന് പ്രതിവിധിയായിട്ടാണ് ഇത് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഓരോരുത്തരോടും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. ഇതാകുമ്പോൾ റെക്കോർഡിക്കൽ വീഡിയോ ആകുമ്പോൾ അത് അവിടെ കിടക്കും. പുതുതായിട്ട് കാണുന്ന ആളുകൾ അത് മനസ്സിലാക്കണം. നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇത് മനസ്സിലാക്കുന്നതിനും അവരതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ പൂജ ആരംഭിക്കാം. ഓം ഗും ഗുരുഭ്യോ നമഃ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭൗരോഗണ നിധേ സർവധ്യാനാം ദക്ഷിണാമൂർത്തേ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം ഗംഗണപതേ നമഃ. മേഘദന്തം മഹാകായം ദപ്തകാഞ്ജനസന്നബലംഭോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഏകദന്തായുത്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോദന്തി പ്രചോദയാ. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഓം ശ്രീ മഹാഗണപതേ നമോ നമഃ. ഓം വിഘ്നേശം സ്വരസ്വദക്ഷപടികാതെന്തോല്ലസല്ലെഡുഗർദോർഫി പാസശ്രണി സ്വതന്ത്ര വരദാടേർവാചതുർഹുരിതം ശുണ്ടാഗ്രാഹിത ബീജപുരം ഉരുകുഷിം ദൃഷ്ണം സംസ്ഫുരേൽ സിന്ദൂരാഹ്ഭാസ്യം സുഖലാബ്ധ്യം കൽപ്പോബ്ജാസനം. ഓം ശ്രീ മഹാഗണപതേ നമോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ആദാശക്തിയേ നമഃ. ഓം ഹ്രീം മൂലപ്രകൃതിയേ നമഃ. ആദികൂർമായ നമഃ. അനന്തായ നമഃ. പൃഥിവേ നമഃ. ബമ്പത്മായ നമഃ. ഓം ഹ്രീം ഗം സർവശക്തി കമലാസനായ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ആദാശക്തിയേ നമഃ. ഓം ഹ്രീം മൂലപ്രകൃതിയേ നമഃ. ഓം ആദികൂർമായ നമഃ. അനന്തായ നമഃ. പൃഥിവേ നമഃ. ബമ്പത്മായ നമഃ. ഓം ഹ്രീം ഗം സർവശക്തി കമലാസനായ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ആദാശക്തിയേ നമഃ. ഓം ഹ്രീം മൂലപ്രകൃതിയേ നമഃ. ഓം ആദികൂർമായ നമഃ. ഓം അനന്തായ നമഃ. ഓം പൃഥിവേ നമഃ. ഓം ബമ്പത്മായ നമഃ. ഓം ഹ്രീം ഗം സർവശക്തി കമലാസനായ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. മണി പോയിരിക്കുന്നു, മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടോ? പൂജക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അതിരിക്കുന്ന ഞാൻ നിലവിളക്ക് ഇല്ലയോ, അതും എടുത്ത് അവിടെ കൊണ്ടുപോയി. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ആദാശക്തിയേ നമഃ. ഓം ഹ്രീം മൂലപ്രകൃതിയേ നമഃ. ഓം ആദികൂർമായ നമഃ. അനന്തായ നമഃ. പൃഥിവേ നമഃ. ബമ്പാത്മായ നമഃ. ഓം ഹ്രീം ഗം സർവശക്തി കമലാസനായ നമഃ. ഓം നമഃ. ഓം നമഃ. ഓം നമഃ. എം വായുവാത്മന ധൂപം കൽപ്പയാമി. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ആദാശക്തിയേ നമഃ. ഓം ഹ്രീം മൂലപ്രകൃതിയേ നമഃ. ഓം ആദികൂർമായ നമഃ. അനന്തായ നമഃ. പൃഥിവേ നമഃ. ബമ്പാത്മായ നമഃ. ഓം ഹ്രീം ഗം സർവശക്തി കമലാസനായ നമോ നമഃ. ഓം നമഃ. ഓം നമഃ. ഓം നമഃ. അഗ്നിയാത്മന ദീപം കൽപ്പയാമി. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ആദാശക്തിയേ നമഃ. ഹ്രീം മൂലപ്രകൃതിയേ നമഃ. ആദികൂർമായ നമഃ. അനന്തായ നമഃ. പൃഥിവേ നമഃ. ബമ്പത്മായ നമഃ. ഓം ഹ്രീം ഗം സർവശക്തി കമലാസനായ നമഃ. ഓം നമഃ. ഓം ഹ്രീം നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം 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 ഗണാനാം ത്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാവസ്വസ്വരം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാനസരന്നോദിവേസിത സാധനം. ഓം നമഃ. ഓം നമഃ. ഓം നമഃ. ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഹ്രീം ഗണപതി ഓർത്തുവാകനാഗച്ഛ ഓം അവാഹയാമി അവാഹയാമി ആവാഹയാമി. ഓം അവാഹിതോ ഭവ സംസ്ഥാപിതോ ഭവ സന്നിരുദ്ധോ ഭവ സാന്നിധ്യം ഗുരു ഗുരു പ്രസീത പ്രസീത. തൊഴുതിട്ട് വാ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗാം ഹൃദയായ നമഃ. ഗീം ശിരസേ സ്വഹ. ഗും ശിഖായുഷ ഗൈം ഗൗജായ ഹും ഗൗ നേത്രത്രമിഷ ഗാ അസ്ത്രായ ഫൾ. ഓം ഗണഗരഷി നിജർഗാചന്ദ മഹാഗണപതിർദേവത. ഓം ഗംഗണപതേ നമഃ. ആസനമിതം സ്വാഗതമസ്തു. തീർത്ഥം കൊടു. പാദ്യമിതം അർഘ്യമിതം ആദിമിനിതം അതിർക്കതം പുനാജനം സ്നാനതമോ മാപോഷ്ടാമയോ ഭുവസ്ഥാനോ ഹൃദയദാദനമഹേരണായ ജശ്രസ്യോ വശിവതമോരസത്തസ്യ പാദേ ദേഹന ഔഷധീരൂപമാതര തസ്മാരംഗമാമോ ശിഷ്യാജുന്നതാഭോജനദാജനാഹ. ഓം പുനഃസ്നാനമിതം. ഓം വസ്ത്രമിതം. ഓം വസ്ത്രമിതം അംഗവസ്ത്രോദം യജ്ഞോപവിധം ഭൂഷണോദം ഗന്ധവിധം പുഷ്പവിധം ധൂപവിധം ദീപവിധം നൈവേദ്യവിധം പാദ്യവിധം അർഘ്യമിതം ആജമിനിമിതം സർവോപചാരാൻ സമർപ്പയാമി. ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ. ഓം നമഃ. ഓം നമഃ. ഓം നമഃ. ഓം വിഘ്നേശം സ്വരസ്വദാക്ഷപടികാതെന്തോല്ലസല്ലെഡുകേർദോർഫി പാസശ്രണി സ്വതന്ത്ര വരദ ഡേർവാചതുർഹുരിതം ശുണ്ടാഗ്രാഹിത ബീജപൂരം ഉരുകുഷിം ദ്രേഷ്ണം സംസ്മരേൽ സിന്ദൂരാഭ ഉപാസ്യം ദുസ്വലാബ്ധ്യാം കൽപ്പോബ്ജാസനം. ഓം ഗംഗണപതേ നമഃ. താമരമുട്ട് കൊണ്ടുവാ. താമരമുട്ട്.
ഓം ഗണാനാന്ധ്വാം ഗണപതിം ഹോമഹേ കവിംഗവീനാവസ്വസ്രവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാംബ്രഹ്മണസ്പദാനസ്രണന്നോദ്വിസിത സാധനം ഓം ഗംഗണപതേ നമ ഓം ഗംഗണപതേ നമ ഓം ഗംഗണപതേ നമ സർവാശ്രേഭ്യോ നമ സർവാംഗേഭ്യോ നമ സർവായുധേഭ്യോ നമ സർവഭൂഷണേഭ്യോ നമ സർവ്വരുവാരേഭ്യോ നമ സർവ്വരുവാരാജ് നമ ഓം ഗണാനാന്ധ്വാം ഗണപതിം ഹോമഹേ കവിംഗവീനാവസ്വസ്രവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാംബ്രഹ്മണസ്പദാനസ്രണന്നോദ്വിസിത സാധനം ഓം ഗംഗണപതേ നമ ഓം ഗംഗണപതേ നമ ഓം ഗംഗണപതേ നമ ഓം സർവാശ്രേഭ്യോ നമ ഓം സർവാംഗേഭ്യോ നമ ഓം സർവായുധേഭ്യോ നമ ഓം സർവഭൂഷണേഭ്യോ നമ ഓം സർവ്വരുവാരേഭ്യോ നമ സർവ്വരുവാരാജ്യം കുംഭോദരായ നമഃ ഓം ഗണാനാന്ധ്വാം ഗണപതിം ഹോമഹേ കവിംഗവീനാവസ്വസ്രവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാംബ്രഹ്മണസ്പദാനസ്രണന്നോദ്വിസിത സാധനം ഇനിയുണ്ടോ പത്താമത് വിട്ട് ഉണ്ടോ ഓം ഗണാനാന്ധ്വാം ഗണപതിം ഹോമഹേ കവിംഗവീനാവസ്വസ്രവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാംബ്രഹ്മണസ്പദാനസ്രണന്നോദ്വിസിത സാധനം ഓം ഗംഗണപതേ നമ ഓം ഗംഗണപതേ നമ ഓം ഗംഗണപതേ നമ ഓം സർവാശ്രേഭ്യോ നമ സർവാംഗേഭ്യോ നമ സർവായുധേഭ്യോ നമ സർവഭൂഷണേഭ്യോ നമ സർവ്വരുവാരേഭ്യോ നമ സർവ്വരുവാരാജ്യം കുംഭോദരായ നമഃ ഓം ഗണാനാന്ധ്വാം ഗണപതിം ഹോമഹേ കവിംഗവീനാവസ്വസ്രവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാംബ്രഹ്മണസ്പദാനസ്രണന്നോദ്വിസിത സാധനം ഓം ഗംഗണപതേ നമഃ ഓം ഗംഗണപതേ നമഃ ഓം ഗംഗണപതേ നമഃ സർവാശ്രേഭ്യോ നമ സർവാംഗേഭ്യോ നമ സർവായുധേഭ്യോ നമ സർവഭൂഷണേഭ്യോ നമ സർവ്വരുവാരേഭ്യോ നമ സർവ്വരുവാരാജ്യം ഓം കുംഭോദരായ നമഃ ഓം നമായം വായുവാത്മനാ ദുഭങ്കൽപ്പയാമി ഓം ഗണാനാന്ധ്വാം ഗണപതിം ഹോമഹേ കവിംഗവീനാവസ്വസ്രവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാംബ്രഹ്മണസ്പദാനസ്രണന്നോദ്വിസിത സാധനം ഓം ഗംഗണപതേ നമഃ ഓം ഗംഗണപതേ നമഃ ഓം ഗംഗണപതേ നമഃ സർവാശ്രേഭ്യോ നമ സർവാംഗേഭ്യോ നമ സർവായുധേഭ്യോ നമ സർവഭൂഷണേഭ്യോ നമ സർവ്വരുവാരേഭ്യോ നമ സർവ്വരുവാരാജ്യം കുംഭോദരായ നമഃ ഓം ദിബങ്കൽപ്പയാമി ഓം ഗണാനാന്ധ്വാം ഗണപതിം ഹോമഹേ കവിംഗവീനാവസ്വസ്രവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാംബ്രഹ്മണസ്പദ ആനസരണന്നോദ്വിസിത സാധനം ഓം ഗംഗണപതേ നമഃ ഓം ഗംഗണപതേ നമഃ ഓം ഗംഗണപതേ നമഃ ഓം സർവാശ്രേഭ്യോ നമ സർവാംഗേഭ്യോ നമ സർവായുധേഭ്യോ നമ സർവഭൂഷണേഭ്യോ നമ സർവ്വരുവാരേഭ്യോ നമ സർവ്വരുവാരാജ്യം കുംഭോദരായ നമഃ ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം അസ്ത്രായഫൽ ഓം 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 സത്യന്തം പ്രദേന പരിഷിഞ്ചാമി ഓം ഭൂർഭുവസ്വരം അമൃതമസി അമൃതോപസരമസി ഓം രസനായ നമഃ ഓം ഗംഗണപതേ നമഃ നിവേദയാമി ഭവതി ഷാണേദം ഭവിജ്ഞ ഓം ഗംഗണപതേ നമഃ നിവേദയാമി ഭവതി ഷാണേദം ഭവിജ്ഞ ഓം പ്രാണായ സ്വഃ പാനായ സ്വഃ വ്യാനായ സ്വഃ ഉദാനായ സ്വഃ ഓം സമാനായ സ്വഃ ഓം സ്വഃ ഓം അപാത്മന ജലം കൽപ്യാമിലം പ്രത്യാത്മന ഗന്ധം കൽപ്യാമിഹം ആകാശാത്മന പുഷ്പം കൽപ്യാമിയും വായുവാത്മന ധൂപം കൽപ്യാമി രമജ്ഞാത്മന ദീപം കൽപ്യാം ഠം അമൃതാത്മന നിവേദ്യം കൽപ്യാമി ഠം അമൃതേ അമൃതാനനെ അമൃതോത്ഭവേ അമൃതവർഷിണേ അമൃതം സ്രാവേ സ്രാവേ സ്വഃ ഓം ഗംഗണപതേ നമഃ അമൃതപാനീയമിതം ഓം ഗംഗണപതേ നമഃ അമൃതാവിധാനമസി ഓം ഗംഗണപതേ നമഃ അവിഘ്നമസ്തു ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ ഓം സ്വാഹ ഓം ഭൂസ്വാഹ ഓം ഭുവസ്വാഹ ഓം സ്വസ്വാഹ ഓം ഭൂർഭുവസ്വസ്വാഹ ഓം ഗുംഗുരുഭ്യോ സ്വാഹ ഓം ഗംഗണപതേ സ്വാഹ ഓം അദാശക്തിയെ സ്വാഹ ഹ്രീം മൂലപ്രകൃതേ സ്വാഹ ആദികൂർമായ സ്വാഹ അനന്തായ സ്വാഹ പൃഥിവേ സ്വാഹ ബം പത്മായ സ്വാഹ ഹ്രീം ഗം സർവശക്തി കമലാസനായ സ്വാഹ ഓം സ്വാഹ ഓം സ്വാഹ ഓം സ്വാഹ ഓം ഓം സ്വാഹ ഓം സ്വാഹ ഓം സ്വാഹ ഗണാനാന്ധ്വാം ഗണപതിം ഹോമഹേ കവിംഗവീനാവസ്വസ്രവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാംബ്രഹ്മണസ്പദാനസ്രണന്നോദ്വിസിത സാധനം സ്വാഹ ഗംഗണപതേ സ്വാഹ ഗംഗണപതേ സ്വാഹ ഗംഗണപതേ സ്വാഹ ഓം സർവാശ്രേഭ്യോ സ്വാഹ സർവാംഗേഭ്യോ സ്വാഹ സർവായുധേഭ്യോ സ്വാഹ സർവഭൂഷണേഭ്യോ സ്വാഹ സർവപരിവാരേഭ്യോ സ്വാഹ സർവ്വരുവാരാജേഭ്യോ സ്വാഹ ഓം കുംഭോദരായ സ്വാഹ ഓം സ്വാഹ ഭൂസ്വാഹ ഭുവസ്വാഹ സ്വസ്വാഹ ഓം ഭൂർഭുവസ്വസ്വാഹ ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ സ്വാഹ 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 സർവഭക്തജനാനാം സർവദോഷപരിഹാരാർത്ഥം സർവവിഘ്നഹരം ദേവം സർവവിഘ്നോർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം വിഘ്നേശ്വരായ നമഃ സർവദോഷപരിഹാരാർത്ഥം സകുടുംബാനാം ക്ഷേമസ്ഥൈശ്വര്യ വിജയവീര്യ ആയുരാരോഗ്യ ഐശ്വര്യാദി അഭിവൃദ്ധ്യർത്ഥം ശ്രീ മഹാഗണപതയേ നമോ നമഃ സ്വഹ ഭൂർഭുവസ്വഃ തസ്സുദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം ഭൂർഭുവസ്വഃ തസ്സുദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം ഗാസ്ത്രായഫൽ സത്യം ദം മൃദേന വിർഷിഞ്ചാമി ഓം ഭൂർഭുവസ്വരം അമൃതമസി അമൃതോപസരമസി അമൃതപിതാനമസി ഓം ഗംഗണപതേ നമഃ ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമ്യോശുമാനേ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമ്യോശുമാനേ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമ്യോശുമാനേ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമ്യോശുമാനേ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമ്യോശുമാനേ സ്വാഹ
ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമ്യോ ശുമാനേ സ്വാഹാ. ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമ്യോ ശുമാനേ സ്വാഹാ. ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമ്യോ ശുമാനേ സ്വാഹാ. ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമ്യോ ശുമാനേ സ്വാഹാ. ഓം നമോ ഭഗവത്യേ ഭൂത്യേ വരവരദേ സർവജനമ്യോ ശുമാനേ സ്വാഹാ. ഓം നമോ ഭഗവത്യേ ഭൂത്യേ വരവരദേ സർവജനമ്യോ ശുമാനേ സ്വാഹാ. ഓം നമോ ഭഗവത്യേ ഭൂത്യേ വരവരദേ സർവജനമ്യോ ശുമാനേ സ്വാഹാ. ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ സ്വാഹാ. ഈ മന്ത്രം എന്ന് പറയുന്നത് ശ്രീവശ്യം എന്ന് പറയും. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. വശ്യം, ശ്രീവശ്യം എന്ന് പറയുന്ന മന്ത്രത്തെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഗ്രന്ഥത്തിൽ നോക്കിയാണ് പറയുന്നത്. ശ്രീവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരനാണെങ്കിൽ, ഒരു ഗൃഹനാഥനാണെങ്കിൽ, ഗൃഹനാഥയാണെങ്കിൽ, ഒരു കുട്ടി വിദ്യാഭ്യാസം തേടുന്ന ഒരു കുട്ടിയാണെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു മന്ത്രമാണ് ശ്രീവശ്യം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതിനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ വിജയത്തിലെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് എന്ത്? ശ്രീവശ്യം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കതിൽ നിന്നും ഊർജം കിട്ടും. ഇതാണ് പ്രവർത്തനം കൊണ്ടേ ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. അപ്പം ഊർജ്ജ സംബന്ധമായിട്ട് നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജോലി, ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾ എടുത്തു വെച്ചു, കട തുറന്നു, എല്ലാം ചെയ്തു. അവന് ശ്രീവശ്യ മന്ത്രം കൂടെ, ഒരു ശക്തിയും കൂടെ ഉണ്ടെങ്കിൽ എന്താ, അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ആകർഷണമാവും. ഒരാളൊരു സാധനം വാങ്ങാൻ വരുന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാങ്ങിയിട്ട് പോകണമെന്ന് അവർക്കും തോന്നിക്കും. ഒരു പഠിക്കുന്ന കുട്ടി ഒരു സാറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്നത് സ്കൂളിൽ ചെയ്യുമ്പോഴത്തേക്കിന് എന്തുണ്ടാകും, അത് നല്ലതായി വരും. അത് നോക്കുന്ന ടീച്ചറിന് ആ കുട്ടി ചെയ്തത് മിടുക്കിയാണ്, അല്ലെങ്കിൽ ആ കുട്ടി ചെയ്തത് നല്ല പ്രവൃത്തിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ തോന്നിപ്പിക്കും. ഒരു ഗൃഹനാഥയാണെങ്കിൽ ഗൃഹനാഥന് ഒരു പ്രത്യേക അടുപ്പം, ഇഷ്ടം തോന്നും. ഒരു മാതാപിതാക്കൾക്ക് കുട്ടിയോട് പ്രത്യേകം അടുപ്പം, ഇഷ്ടം തോന്നും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ശ്രീവശ്യം എന്ന് പറയുന്നത്. അപ്പം ഈ മന്ത്രമാണ് ഇപ്പോൾ ജപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഗൂഗിൾ നോക്കിക്കോ, ലക്ഷ്മി വിനായകം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. ലക്ഷ്മി വിനായകം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലക്ഷ്മി നമുക്കറിയാം മഹാവിഷ്ണുവിൻ്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മിയാണ്. പക്ഷേ അതിനകത്ത് ലക്ഷ്മി വിനായകം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് നോക്കണം, ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ലക്ഷ്മിയും വിനായകനും ഉള്ള സ്ഥലത്ത് സർവ്വ തടസ്സങ്ങളും മാറുകയും സർവ്വ ഐശ്വര്യം ഉണ്ടാവുകയും എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു മന്ത്രമുണ്ട്. ഓം ഹ്രീം ഗം സൗമ്യായ, ഓം ശ്രീം ഗം സൗമ്യായ ഗണപതേ വരവരദ സർവജനമേ ശുമാനേ സ്വഹ. ഇങ്ങനെ പറയുന്ന മന്ത്രത്തെ കൊണ്ട് നമ്മുടെ റിഹേഴ്സ് ചെയ്യണം. പഴയപടിയാക്കിയോ? ചിലപ്പോൾ വീണ്ടും വരും അത്. അപ്പോൾ ഓം ഹ്രീം ഗം സൗമ്യായ ഗണപതേ വരവരദ സർവജനമേ ശുമാനേ സ്വഹ. ഈ മന്ത്രം കൊണ്ട് ജപിച്ചതിന് ശേഷം നമ്മൾ ഉടൻ തന്നെ അടുത്ത എല്ലാവരുടെയും പേര്, നക്ഷത്രം ലൈവിന് താഴെ അയച്ചിട്ടുള്ളവരുടെയും അല്ലാതെ നമുക്ക് പേര്, നക്ഷത്രവും അയച്ചു തന്നിട്ടുള്ള സുഹൃത്തുക്കളുടെയും പേരിൽ നമ്മൾ മന്ത്രജപം ഉണ്ടായിരിക്കും. അപ്പം ഈ മന്ത്രം ലക്ഷ്മി വിനായകം എന്ന് പറയുന്ന മന്ത്രമാണ്. അപ്പം നമ്മൾ അഗ്നിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തി ചാമ്പലാകുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാം, ഏതൊരു വസ്തു കത്തിയാലും അത് ഊർജ്ജമായി മാറുക എന്നുള്ള അവസ്ഥയിലോട്ട് മാറുക, ഇല്ലാതാകുന്ന അവസ്ഥയല്ല പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പേപ്പർ കത്തിച്ചാൽ പേപ്പർ ഇല്ലാതായി എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പേപ്പറിൽ ഉണ്ടായിരുന്ന ഊർജ്ജം പ്രപഞ്ചത്തിൽ ലയിച്ചു, അതാണ് അതിൻ്റെ അവസ്ഥ. ഇത് ഞാനായിട്ടുള്ള ഒരാൾ പറയുന്നതല്ല, ശാസ്ത്രം പറയുന്ന കാര്യമാണ് അങ്ങോട്ട് പറയുന്നത്. അപ്പം ഏത് വസ്തു കത്തിയാൽ എന്തായി മാറും? ഊർജ്ജമായി. ഇത് മന്ത്രോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം മന്ത്രത്തോടുകൂടി ഊർജ്ജത്തെ ഉണ്ടാക്കുക, അതിൽ നിന്നും നമ്മുടെ ഫലസിദ്ധിയെ നമ്മൾ എടുക്കുക. അപ്പോൾ ഓം ഹ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനമേ ശുമാനേ സ്വാഹ. ഓം ഹ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനമേ ശുമാനേ സ്വാഹ. ഓം ഹ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനമേ ശുമാനേ സ്വാഹ. ഓം ഹ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനമേ ശുമാനേ സ്വാഹ. ഓം ഹ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനമേ ശുമാനേ സ്വാഹ. ഇനി നമുക്കിവിടെ പേര്, നക്ഷത്രം അയച്ചു തന്നിട്ടുള്ളവരുടെ പേരിലാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ആ പൂജ ചെയ്യുന്നത്. ലൈവിന് താഴെ പേരയക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ പേരിലും ഈ പൂജ തീരാറാകുമ്പോഴത്തേക്കിന് ചൊല്ലുന്നതായിരിക്കും. പ്രസാദ് വീനാമതയം തിരുവോണ നക്ഷത്രം. ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമേ ശുമാനേ സ്വാഹാ. വിഷ്ണു നാമതയം പൂയ നക്ഷത്രം. ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമേ ശുമാനേ സ്വാഹാ. വിപിൻ നാമതയം കാർത്തിക നക്ഷത്രം. ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരദ സർവജനമേ ശുമാനേ സ്വാഹാ.
അനൂപ് നാമധേയം മകേര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. പ്രീതാ നാമധേയം അവിട്ട നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. സീതാ നാമധേയം പൂരം നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. മുനാ നാമധേയം തൃക്കേട്ട നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. മീരാ നാമധേയം അനിര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ശ്രീനിവാസൻ നാമധേയം ചിത്ര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ശ്രീപ്രിയ നാമധേയം രോഹിണി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. അഖിൽ നാമധേയം പൂയ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ശ്രീലക്ഷ്മി നാമധേയം തിരുവോണ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. സഞ്ജയ് കുമാർ നാമധേയം രോഹിണി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. അംബു നാമധേയം ജ്യോതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. മണികണ്ഠൻ നാമധേയം ഉത്രാട നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. മണികണ്ഠൻ നാമധേയം ഉത്രാട നക്ഷത്രം ധന്യ നാമധേയം പൂയ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ലീന നാമധേയം തിരുവോണ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. അഞ്ജിത് പി തിരുവാതിര നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. സനു നാമധേയം മൂല നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. വിപിൻ രാജ് നാമധേയം ജ്യോതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. വിവേകരാജ് നാമധേയം പുണർത്ത നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. പ്രജിത നാമധേയം തിരുവോണ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. സുജേഷ് നാമധേയം ജ്യോതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ലക്ഷ്മി നാമധേയം ശാഖ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ജിജി നാമധേയം മകേര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ശ്രീദേവി നാമധേയം അനിര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. സജി നാമധേയം ഉത്രാട നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ഫാസി നാമധേയം തിരുവാതിര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ദിവ്യ നാമധേയം ചിത്ര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ദൃശ്യ നാമധേയം ഉത്രാട നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. അച്ചു നാമധേയം അനിര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. റോബിൻ നാമധേയം മകേര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ബാബു നാമധേയം അനിര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ശ്രീനാഥ് നാമധേയം പൂയ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ഗൗതം നാമധേയം മകൻ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. മൈഥിലി നാമധേയം രോഹിണി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. രോഹിണി നാമധേയം രോഹിണി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ജയ്ശങ്കർ നാമധേയം മകീര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. മനു നാമധേയം പൂര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. സജീവ നാമധേയം തിരുവോണ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ലീന നാമധേയം തിരുവോണ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. അഞ്ജലി നാമധേയം ഉത്തരട്ടാതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. വിഘ്നേശ് നാമധേയം ഉത്രാട നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. റിജിത്ത് വട്ടുകുളം നാമധേയം ഉത്തര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. രാജേഷ് നാമധേയം രേവതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. അനഘ നാമധേയം ജ്യോതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. അനീഷ് നാമധേയം അനീഷ് അരവിന്ദ് നാമധേയം മകേര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. സൗമ്യ നാമധേയം തിരുവോണ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. രാകേഷ് നാമധേയം ഉത്തര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ബിന്ദു നാമധേയം ജ്യോതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. അനിജ നാമധേയം പുണർന്ന നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. സന്തോഷ നാമധേയം ജ്യോതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. ഗണേശ് നാമധേയം പൂരാട നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. വിളക്കത്തിച്ചോറ. രമ്യ രാജീവ് നാമധേയം ജ്യോതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യോഷ്മാനേ സ്വാഹാഹ. കിഷൻ രാജീവ് നാമധേയം
രോഹിണി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യ ശുമാനി സ്വാഹാഹാം കൃഷ്ണകുമാർ നാമധേയം രോഹിണി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യ ശുമാനി സ്വാഹാഹാം ഹരിദാസൻ ചൊക്കെ മണ്ണാടിയാർ നാമധേയം പൂരാട നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യ ശുമാനി സ്വാഹാഹാം പ്രദീപ് നാമധേയം അശ്വതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യ ശുമാനി സ്വാഹാഹാം പ്രസാദ് നാമധേയം ചിത്തിര നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യ ശുമാനി സ്വാഹാഹാം ശ്രീജ നാമധേയം പൂരോരട്ടാതി നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യ ശുമാനി സ്വാഹാഹാം ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ സ്വാഹാഹാം ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ സ്വാഹാഹാം ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ സ്വാഹാഹാം വിനു വിജയൻ നാമധേയം പൂരാടൻ നക്ഷത്രം ഓം ശ്രീ മഹാഗണപതേ നമോ സ്വാഹാം ശോഭാ നാമധേയം ആയില്യൻ നക്ഷത്രം ആര്യൻ നാമധേയം പൂരൻ നക്ഷത്രം ലയന നാമധേയം മകേരൻ നക്ഷത്രം സജീവ് നാമധേയം അശ്വതി നക്ഷത്രം ശൈലജ നാമധേയം ഭരണി നക്ഷത്രം ഗായത്രി നാമധേയം മൂലൻ നക്ഷത്രം മല്ലൻ നാമധേയം കാർത്തിക നക്ഷത്രം അനീഷ് അരവിന്ദ് നാമധേയം മകേരൻ നക്ഷത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമ്യ ശുമാനി സ്വാഹാഹ ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ 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 സ്വാഹാഹ എല്ലാ വിളക്കും കത്തിച്ചു ഓം ശ്രീ മഹാഗണപതയേ നമോ നമഃ സ്വാഹ ഓം സ്വാഹ ഓം ഭൂ സ്വാഹ ഭുവ സ്വാഹ സ്വസ്വാഹ ഭുർഭോ സ്വസ്വാഹ മോനെ മോനെ ആ മുണ്ടെടുത്തിട്ടേ അവിടെ ഇരുന്നിട്ട് ദേഹശുദ്ധി ആത്മാരാധനയൊക്കെ ചെയ്യേ തോർത്തെടുത്ത് ദേഹമൊക്കെ തുടക്കി കേട്ടോ. ഓം വിനായകായ നമഃ ഓം വിഘ്നരാജായ നമഃ ഓം ഗൗരീപുത്രായ നമഃ ഓം ഗണേശ്വരായ നമഃ സ്കന്ദാഗ്രജായ നമഃ ഓം അവ്യയായ നമഃ ഓം ബുധായ നമഃ ഓം ദക്ഷായ നമഃ ഓം അധ്യക്ഷായ നമഃ ഓം ദ്വിജപ്രിയായ നമഃ ഓം അഗ്നിഗർഭച്ഛിതേ നമഃ ഓം ഇന്ദ്രശ്രീപ്രദായ നമഃ ഓം വാണിപ്രദായ നമഃ ഓം അവ്യയായ നമഃ ഓം സർവസിദ്ധിപ്രദായകായ നമഃ ഓം സർവധനയായ നമഃ സർവരീപ്രിയായ നമഃ സർവാത്മകായ നമഃ സൃഷ്ടികർത്രേ നമഃ ദേവായ നമഃ അനേകാർത്ഥിതായ നമഃ ശിവായ നമഃ ശുദ്ധായ നമഃ ബുദ്ധിപ്രിയായ നമഃ ശാന്തായ നമഃ ബ്രഹ്മചാരിണേ നമഃ ഗജാനനായ നമഃ ദ്വൈമാതുരായ നമഃ മുനിസ്തുത്യായ നമഃ ഭക്തവിഘ്നവിനാശനായ നമഃ ഏകദന്തായ നമഃ ചതുർബാഹവേ നമഃ ചതുരായ നമഃ ശക്തിസംയുതായ നമഃ ലംബോദരായ നമഃ ശൂർപ്പകർണായ നമഃ ഹരയേ നമഃ ബ്രഹ്മവിദുത്തമായ നമഃ കാലായ നമഃ ഗ്രഹപതയേ നമഃ കാമിനേ നമഃ സോമസൂര്യാഗ്നിലോചനായ നമഃ പാശാങ്കുശധരായ നമഃ ചണ്ഡായ നമഃ ഗുണാതീതായ നമഃ നിരഞ്ജനായ നമഃ അഗന്മഷായ നമഃ സ്വയംസ്ഥായ നമഃ സിദ്ധാർത്ഥതപ്പദാംബുജായ നമഃ ബീജാപുരബലാസക്തായ നമഃ വരദായ നമഃ ശാശ്വതായ നമഃ കൃത്തിനേ നമഃ ദ്വിജപ്രിയായ നമഃ വീതഭയായ നമഃ ഗതിനേ നമഃ സക്രിണേ നമഃ വിഷ്ണുജാപതൃതേ നമഃ ശ്രീതായ നമഃ അജായ നമഃ മുൽപ്പലകരായ നമഃ സുധികർഷിതായ നമഃ കുലാദ്രിഭേദ്രേ നമഃ ജഡിലായ നമഃ ഗലികന്മഷനാശനായ നമഃ ചന്ദ്രകൂടമണേ നമഃ കാന്തായ നമഃ പാപഹാരണേ നമഃ സമാഹിതായ നമഃ ആശ്രിതായ നമഃ ശ്രീകരായ നമഃ സൗമ്യായ നമഃ ഭക്തവാഞ്ചിതദായികായ നമഃ കൈവല്യസുഖതായ നമഃ സച്ചിദാനന്ദ വിഗ്രഹായ നമഃ ജ്ഞാനിനേ നമഃ ദയായുധായ നമഃ ദാന്ധായ നമഃ ബ്രഹ്മദ്വേഷവർജിതായ നമഃ ബ്രഹ്മത്യദൈത്യഭയതായ നമഃ ശ്രീകണ്ഠായ നമഃ വിബുധേശ്വരായ നമഃ രാമാർത്ഥിതായ നമഃ വിധേയ നമഃ നാഗരാജജ്ഞപതേ നമഃ സ്ഥൂലതുണ്ടായ നമഃ അഗ്രണ്യേ നമഃ വാഗീശായ നമഃ സിദ്ധിദായകായ നമഃ ദുർവാബല്യപ്രിയായ നമഃ അവ്യക്തമൂർത്തേ നമഃ അത്ഭുതമൂർത്തേ നമഃ ശൈലേന്ദ്രദഞ്ജോത്സംഗനോത്സുഖമാനസായ നമഃ സ്വലാവണ്യ സുദാസാര ജിതമനുഗ്രഹായ നമഃ സമസ്ത ജഗദാധാരായ നമഃ മായിനീ നമഃ മൂഷികവാഹനായ നമഃ മൃഷ്ടായ നമഃ തുഷ്ടായ നമഃ പ്രസന്നാത്മനേ നമോ നമഃ. ഇനി നമുക്ക് ഗണപതി ഹോമത്തിൻ്റെ പൂജ പകുതിയായി മുക്കാലായി. ഇനി നമുക്ക് ശ്രീസൂക്തം എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം മുതലുള്ള ആരൊക്കെയാണ് കാണുന്നത് നമുക്കറിയാനൊക്കത്തില്ല. മീറ്റർ വെട്ടിയോ? എന്തോ അത്? ആ അപ്പോൾ നമ്മൾ എന്താ ശ്രീസൂക്തം എന്ന് പറഞ്ഞ ഋഗ്വേദ സൂക്തത്തിൽ പറയുന്ന മന്ത്രം അടുത്തതായിട്ട് ജപിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും പേരും നക്ഷത്രവും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചെയ്ത ഓരോരുത്തർക്കും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗണപതി ഹോമത്തിൽ ശ്രീസൂക്തം ജപിക്കുന്നുണ്ട്. ശിവൻ്റെ അപ്പോൾ മണായി എടുത്തുകൊണ്ട് വാ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീസൂക്ത മന്ത്രം എന്ന് പറയുന്നത് ജപിച്ച്
ഹോമം ചെയ്യുവാണ്. അപ്പം ശ്രീസൂക്തം ജപിച്ചുകൊണ്ട് ഹോമം ചെയ്യുമ്പോൾ ആ ഹോമം ഇപ്പം നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ വീട്ടിലാണ് ഹോമം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ പൂജ ചെയ്യുന്നത്. അവിടെ എന്തൊക്കെ മന്ത്രം ചൊല്ലുന്നോ ഈ മന്ത്രമെല്ലാം ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ജപിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ പൂജയ്ക്ക് ആരൊക്കെയാണോ പേര് നക്ഷത്രം അയച്ചിട്ടുള്ളത് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ജപിക്കുന്നത്, ഈ മന്ത്രം ജപിക്കുക. ശ്രീസൂക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 123 വരിയാണതുള്ളത്. ഒരു വരിയല്ല, 123 വരി. അപ്പോൾ ഒരു വരി ഞാൻ വായിക്കാം. ഓം ഹിരണ്യവർണാം ഹരണീം സൃജാം ചന്ദ്രാം ഹിരണ്മീം ലക്ഷ്മീം ജാതവേദോ ആവഹാം താം ആവഹ ജാതവേദോ ലക്ഷ്മീർ മനപഗാമിനിയും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ 123 വരിയും ഈ 100 പേര് അയച്ചവർക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് ആ ശ്രീസൂക്ത മന്ത്രം ജപിച്ചുകൊണ്ട് ലക്ഷ്മി ഗായത്രി മന്ത്രമുണ്ട്. ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന് പറയുന്ന മന്ത്രം ആ മന്ത്രത്തോടുകൂടി ചേർത്തുകൊണ്ട് എല്ലാവരുടെയും പേരും നക്ഷത്രവും ചൊല്ലിക്കൊണ്ട് ഹോമം ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി അങ്ങനെയാണ് പറയുന്നത്. ഹോമത്തിനൊരു ലക്ഷ്യം ഉണ്ടാകണം. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവും. ഒരു കച്ചവടക്കാരനൊരു ലക്ഷ്യം ഉണ്ടാവണം. ഒരു ദിവസം എനിക്ക് ഇത്ര ടാർഗറ്റ് കിട്ടണം. വന്നുവോ വരാതിരിക്കുമോ അത് വേറെ ഒരു ഉദ്ദേശം. പക്ഷേ ടാർഗറ്റ് ഞാൻ ഇത്രയും തികയ്ക്കും, ഒരു ദിവസം ഞാൻ ഇത്ര രൂപയുടെ ജോലി ചെയ്യും, ഓവർ ടൈം ഉൾപ്പെടെ ഞാൻ ഇത്ര രൂപയുടെ ജോലി ചെയ്യും എന്ന ഒരു മനസ്ഥിതി നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നവർക്കും വേണം, ഗൾഫിൽ താമസിക്കുന്നവർക്കും വേണം. ഗൾഫിലുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഓവർ ടൈം ചെയ്യാൻ തോന്നത്തുള്ളൂ. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഓവർ ടൈം ഇല്ല. അതായത് ലക്ഷർ ടൈമിലേ ഞാൻ ജോലി ചെയ്യത്തുള്ളൂ എന്നുള്ള മനോഭാവമുള്ള മലയാളികളുണ്ട്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗകര്യമുള്ളപ്പോഴേ പോകത്തുള്ളൂ. ആ ഒരു മനോഭാവം നമ്മളെ വിട്ടൊഴിഞ്ഞ് മാറ്റിയിട്ട് നമ്മളതൊക്കെ മാറാൻ, നമ്മുടെ മനസ്ഥിതി നല്ലതാകാൻ, നമ്മുടെ തൊഴിൽ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങളറിയാമല്ലോ, അവിടെ നിന്ന് കാണുമ്പം ഞാനിങ്ങനെ എന്തോ വായ്ത്താളം പറയുന്നത് പോലെ ചില ആളുകൾക്ക് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതുതായിട്ട് വരുന്ന ആളുകളുണ്ടാവും, ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ പെട്ടെന്ന് ഓൺലൈനിൽ പെട്ടെന്നൊരു വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കിന് ഇയാളെന്താ പറയുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളിപ്പോൾ ഇത്രയും പേര് നക്ഷത്രം അയച്ചു തന്നിട്ടുള്ള ആളുകളോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് വരുന്നവരോട് അത് കേൾക്കുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാവും. അപ്പം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും നമ്മളിപ്പോൾ ചെയ്യുന്ന ശ്രീസൂക്ത മന്ത്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. മോനെ, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് നീ ചെയ്യുന്നത്? അതിനെ പിടിച്ച് അവിടെ ഇരുത്ത്. കസേര വല്ലതും വേണോ? കസേര വേണോ നോക്കിയിരിക്കാൻ? അത് താഴെ ഇരുന്നോളവോ? താഴെ ഇരുന്നോളവോ? വായിട്ടോട്. മണ്ണുണ്ടോ? മണ്ണോ വല്ലതും കൊണ്ടുവന്നോ? ഈ തേങ്ങായും പിന്നെന്തുവാ? അങ്ങോട്ട് വിടും. തുടങ്ങി വെക്കട്ടെ, ഞാൻ വരുവാ. അപ്പോൾ ഇത് തീരാറായി. ഓം ഹിരൺ ഇവിടെ ഒരു ഹോമം, വേറൊരു ഹോമത്തിന് വേണ്ടിയിട്ട് വീട്ടുകാരായിട്ടുള്ളവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് വേറൊരു പൂജാരി അത് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിർദ്ദേശം കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഓം ഹിരണ്യവർണാം ഹരണീം സൃജാം ചന്ദ്രാം ഹിരണ്മീം ലക്ഷ്മീം ജാതവേദോമ ആവഹാം താമ ആവഹ ജാതവേദോ ലക്ഷ്മീർമനപഗാമിനീം വിശ്യാം ഹിരണ്യമിന്ദേയം ഗാമശം പുരുഷാനഹമ്മ. ഒറിജിനൽ പശുവിൻ്റെ വെണ്ണയാണ്, അല്ല കടയിൽ നിന്ന് മേടിക്കുന്ന വെണ്ണയല്ല ഇത്. നമുക്ക് പശുവിൻ വെണ്ണ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ പൂജ ചെയ്യുന്നത്. അത് ശക്തമായ ഫലസിദ്ധി ഉണ്ടാകുന്നതായിരിക്കും. കടബാധ്യത തീരുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകുന്നതായിരിക്കും. ഓം ഹിരണ്യവർണാം ഹരണീം സൃജാം ചന്ദ്രാം ഹിരണ്മീം ലക്ഷ്മീം ജാതവേദോമാവഹാം താമ ആവഹ ജാതവേദോ ലക്ഷ്മീർമനപഗാമിനീം യസ്യാം ഹിരണ്യമിന്ദേയം ഗാമശം പുരുഷാനഹം അശ്വപൂർവാം രഥമദ്യാം വസ്തുനാഥം പ്രബോധിനീം ശ്രിയം ദേവീം ഉപാഹ്വേശ്രർമാം ദേവീജുഷതാം കാംസോസ്മിതാം ഹിരണ്യപ്രാകാരാം ആർദ്രാം ജലന്തീം തൃപ്താം ദർപ്പേന്ദീം പത്മേശ്വതാം പത്മവർണാം താമിഹോ ബഹ്വേ ശ്രിയം. പൂവെടുത്തോ? ചന്ദ്രാം പ്രഭാസാം യശസാ ജലന്തീം ശ്രിയം ലോകേ ദേവജുഷ്ടാമുദാരാം താം പത്മിനീമീം ശരണമഹം പ്രപദ്യേ ലക്ഷ്മീർമേ നശ്യതാം താം ഋണേ ആദിത്യവർണേ തപസോതി ജാതോ വനസ്പതിസ്തവക്ഷോതബില്ലോഹ തസ്യ ബലാനി തപസാനദന്തു മായാന്തരായാഞ്ച വാക്യ അലക്ഷ്മീ വേദുമാ ദേവസകീർത്തിച്ച മണിന സഹ പ്രാദുർഭൂതോസ്മിൻ രാഷ്ട്രേസ്മിൻ കീർത്തിം വൃദ്ധിം ദദാതുമേ ക്ഷുപ്പിവാസാമലാഞ്ജക്ഷമലക്ഷ്മീ നാശ്യാം ഭൂഭൂഷമൃദ്ധിഞ്ജയ സർവാനിർണമേ ഗൃഹാത്. ഓം ഗന്ധധ്വാരാം ദുരാദർശാം നിത്യപുഷ്ടാംഗരീഷിണീം ഈശ്വരീം സർവഭൂതാനാം താമിഹോ ബഹ്വേ ശ്രീമ മനസ്സ കാമമാകുലീം വാചസത്യമശിമിഹീം പശൂനാം രൂമന്യസ്യ മൈശ്രീ ശ്രേതാം ശഹാകർദമേന പ്രജാഭൂതാ മൈ സംഭവകർദമ ശ്രിയം വാസിമേഖലേ മാതരം പത്മമാലിനെ ആപസ്രന്ദസിഗ്ധാൻ ചിക്ലീതവസമേ ഗൃഹ നിച്ച ദേവീ മാതരം ശ്രിയം വാസിമേഖലേ ആർദ്രാം പുഷ്കരണീം പുഷ്ടീം സ്വർണ്ണാം ഹേമാലിനീം സൂര്യാം ഹിരണ്മീം ലക്ഷ്മീം ജാതവേദോമാവഹാം ആർദ്രാം പുഷ്കരണീം ഇഷ്ടീം പിംഗളാം പത്മമാലിനീം ചന്ദ്രാം ഹിരണ്മീം ലക്ഷ്മീം ജാതവേദോമാവഹാം താമ ആവക ജാതവേദോ ലക്ഷ്മീർമനപഗാമിനീം യസ്യാം ഹിരണ്യം പ്രഭൂതം ഗാവോദാശ്വശമിന്ദേയം പുരുഷാനഹമ്മ യശുജി പ്രേതോ ഭൂത്വാ ജുഹു യാദാജ്യമൻഹമ്മ ശ്രിയ പഞ്ചശർത്തഞ്ച ശ്രീകാമസ്വതഞ്ച വേദശ്വതായി ഗോദായി ധനദായി മഹാദനെ
ധനമേ ജുഷതാം ദേവി സർവകാമാച്ച ദേഹിമേ പുത്രപൗത്ര നരന്ധാന്യം ഹശ്വാശ്വാദിക വീരതം പ്രജാനാം പൗസീമാത ആയുഷ്മന്തം ഗരോധമാം നക്രോധോ നജമാത്സര്യം നലോഭോ നാശുഭാമതിഹി ഭൗന്തീകൃതപുണ്യാനാം ഭക്താനാം ശ്രീസൂക്തം ജപേത് ചന്ദ്രാഭാം ലക്ഷ്മീം ഈശാനാം സൂര്യാഭാം ശ്രീമീശ്വരീം ചന്ദ്രസൂര്യാഗ്നിവർണാഭാം ശ്രീ മഹാലക്ഷ്മീ വാസ്മഹേ ധനമഗ്നിർധനം വായുധനം സൂര്യോധനം വസുവോ ധനമിന്ദ്രോ ബൃഹസ്പതനം വസ്തുതേ വൈനതേയ സോമം വിഭസ് സോമം വോത്രഹ സോമം ധരസ്യ സോമിനോ മഹ്യം ദദാതു സോമിനഃ വർഷന്തു ദേ വിഭാവരി ദിവോ ബ്രസ്യുദ്ധാരോഹന്തു സർവബീജാന്യോ ബ്രഹ്മദിശോജിഹി പത്മാസിനി പത്മഗുരു പത്മാക്ഷി പത്മസംഭവേ താമാം ഭജസ്യ പത്മാക്ഷി ഏന സൗഖ്യം ലഭാമ്യഹമേ പത്മപ്രിയ പത്മിനി പത്മഹസ്തേ പത്മാലേ പത്മദലായദാശി വിശ്വപ്രിയ വിഷ്ണുമനോനുകൂലേ ത്വത്പാദ പത്മമൈ സന്നിധ സ്വഹാം മഹാദേവീച്ച വിത്മഹേ വിഷ്ണുപത്നീച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സരസ്വതി നിലയെ സരോജഹസ്തേ തുളരാംശോ ഗണ്ഡമാല്യശോഭേ ഭഗവതി ഹരി വല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതിരി പ്രസീതമഹ്യമേ യാസാപത്മാസനസ്താമി വിലകടിതരി പത്മപത്രായദാശി ഗംഭീര വർത്തനാഭി സ്തനഭരനമിതാ ശുഭ്രവസ്ത്രോദ്രിയാം ലക്ഷ്മീർ ദിവ്യേർ ഗജേന്ദ്രേർ മണിഗണഗജദേശനാഭിത ഹേമകുംബേർ നിത്യം സാ പത്മഹസ്താ മമ വസതഗൃഹേ സർവമംഗല്യുക്താം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ദേവി നാരായണി നമോസ്തുതേ വിഷ്ണുപത്നീം ശമാം ദേവീം മാധവീം മാധവപ്രിയ ലക്ഷ്മീ പ്രിയ സഖീം ഭൂമീം നമാമച്യുതവല്ലഭാം ആനന്ദകർദമശ്രീത ചക്ലിത സുഹർഷേഹ പുത്രാർഷാശ്രീർ ദേവീ ദേവതാമതഃ ഋണരോഗാദിദാരിദ്ര്യ പാപക്ഷുതാപമൃത്യോഹ ഭയശോകമനസ്താപ നശ്യന്തു മമ സർവദാം ശ്രീവർച്ചസ്വമായുഷ്യമാരോഗ്യമാവിദാ ശോഭാമാനം മഹീയതേ ധനം ധാന്യം പശും ബഹുപുത്രലാഭം ശതസംവത്സരം ദീർഘമായുഹൂ. അപ്പോൾ ഇത് സ്പീഡിൽ അങ്ങ് ചൊല്ലിയതാണ്. ഇത് പല പല രീതികളിൽ ചൊല്ലുന്നുണ്ട്. ഓം ഹിരണ്യവർണാം വരണീം സ്വർണ്ണസ്രജാം എന്ന് പറഞ്ഞിങ്ങനെ നീട്ടി നീട്ടി ചൊല്ലുന്ന രീതിയുണ്ട്. അപ്പോഴങ്ങനെ നീട്ടി ചൊല്ലാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും, ആൾക്കാർക്ക് ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്പീഡിൽ ചൊല്ലിയിട്ട് പോയത്. അപ്പോൾ ഈ ഹിരണ്യ സൂക്തം അല്ലെങ്കിൽ ശ്രീ സൂക്തം എന്ന് പറയുന്ന ഈ സൂക്തത്തിൽ അവസാനത്തെ 2 വരി പറയുന്നുണ്ട്. ഋണരോഗാദി ദാരിദ്ര്യ പാപക്ഷുത അപമൃത്യുഹ ഭയശോകമനസ്താപ നശ്യന്തു മമ സർവദ. മമ എൻ്റെ എന്ന് വെച്ചാൽ ആരാണോ, ആർക്ക് വേണ്ടിയാണോ ഈ പൂജ ചെയ്യുന്നത്, ആ പൂജ ചെയ്യുന്ന എല്ലാവരുടെയും ദോഷങ്ങൾ ആർക്കും ജപിക്കാം എന്നാണ് പറയുന്നത്. ഈ പൂജാ മന്ത്രം ഭക്തി പുരസ്സരം ആർക്കും ജപിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും ആ മന്ത്രം ജപിക്കാൻ അറിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ക്ഷേത്രത്തിൽ പൂജാരിമാരെ നമ്മൾ ആ മന്ത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അവസാനത്തെ ഞാൻ പറഞ്ഞില്ല 123 വരിയിലെ അവസാനത്തെ ഋക്കെന്നാണ് പറയുന്നത്. ആ ഋക്കിൽ പറയുന്നു ഋണരോഗാദി ദാരിദ്ര്യ. ഋണം രോഗം ദാരിദ്ര്യം പാപം വിശപ്പ് അപമൃത്യു ഭയം ശോകം മനസ്താപം നശ്യന്തു ഇതെല്ലാം നശിക്കട്ടെ എന്ന് വെച്ചാൽ ഇല്ലാതാകട്ടെ എന്നാണ് സംസ്കൃതത്തിലെ അർത്ഥം. അപ്പോൾ ആ ശ്ലോകം അതുപോലെ തന്നെ വായിക്കാം. ഓം ഋണരോഗാദി ദാരിദ്ര്യ പാപക്ഷുത അപമൃത്യുവഹ ഭയശോകമനസ്താപ നശ്യന്തു മമ സർവദാം ശ്രീവർച്ചസ്വമായുഷ്യമാരോഗ്യമാവിദാ ശോഭാമാനം മഹീയതേ ധനം ധാന്യം പശും ബഹുപുത്രലാഭം ശതസംവത്സരം ദീർഘമായുഹൂ. ഇതാണ് മന്ത്രത്തിൻ്റെ ശ്ലോകം. അപ്പം ആദ്യത്തെ വരിയിൽ നമ്മുടെ ഋണം രോഗം ദാരിദ്ര്യം പാപം വിശപ്പ് അപമൃത്യു ഭയം ശോകം മനസ്താപം ഇതെല്ലാം നീങ്ങിപ്പോകട്ടെ, ഇല്ലാതായി പോകട്ടെ. ഇതില്ലാതായാൽ എന്തുണ്ടാകും? ശ്രീവർച്ചസ്വമായുഷ്യം ആരോഗ്യമാവിധ ശോഭാമാനം മഹീയതേ ധനം ധാന്യം പശും ബഹുപുത്രലാഭം ശതസംവത്സരം ദീർഘമായുഹു. കൃഷ്ണൻ്റെ അവിടെ കുചേലൻ അവലും കൊണ്ട് പോയപ്പം കൃഷ്ണൻ അവല് കഴിച്ചപ്പോൾ ഉണ്ടായതുപോലെ ഒറ്റയടിക്ക് കലിയുഗത്തിലുണ്ടാകത്തില്ല. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. ഇതില്ലാതാകത്തില്ല, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. രാത്രിയും പകലിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പോലെ അത് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നോക്കുന്നില്ല. സൂര്യൻ്റെ അസ്തമയവും ഉദയവും പോലെ തന്നെ ഇത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കടബാധ്യത തീർക്കാൻ പോകുമ്പോൾ 2 കടം വീണ്ടും വരും, പിന്നെയും 2 വരും, പിന്നെയും 1 നമ്മൾ തീർക്കും. അങ്ങനെ തീർത്തുകൊണ്ടിരിക്കണം, വന്നുകൊണ്ടേയിരിക്കും. ആത്യന്തികമായിട്ട് നമ്മൾ വിജയിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഋണം രോഗം ദാരിദ്ര്യം ഇതെല്ലാം നമ്മൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിന് ഈ മന്ത്രം സഹായകരമാകും എന്നാണ് പറയുന്നത്. ഇനി ഓരോരുത്തരുടെയും പേര് നക്ഷത്രം എന്നിവ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ പറയുന്ന പൂജ ചെയ്യാം. ആരെങ്കിലും ലൈവിന് താഴെ പേര് അയക്കുന്നുണ്ടെങ്കിൽ ആ പേര് നാളും ചൊല്ലിക്കൊണ്ട് അവസാനം അവരുടെ പേരിലും പൂജ ചെയ്യുന്നതായിരിക്കും. ശ്രീജാനാമധേയം പൂരരാജക്ഷത്രമം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാഹം പ്രദീപ് നാമധേയം അശ്വതിക്ഷത്രമം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാഹം പ്രസാദ് നാമധേയം ചിത്തിനക്ഷത്രമം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാഹം ഹരിദാസൻ ചൊക്കെ മന്നാടിയാർ നാമധേയം പുരാട നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാഹം കൃഷ്ണകുമാർ നാമധേയം രോഹിണി നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാഹം രമ്യ രാജീവ് നാമധേയം ജ്യോതി നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാഹം കിഷൻ രാജീവ് നാമധേയം രോഹിണി നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാഹം
ഗണേഷ് പൂരാടം നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ഓം സന്തോഷ് നാമധേയം ജ്യോതി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. അനിജ നാമധേയം പുണർദ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ബിന്ദു നാമധേയം ജ്യോതി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. സൗമ്യ നാമധേയം തിരുവോണ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. രാകേഷ് നാമധേയം ഉത്തര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. അനീഷ് അരവിന്ദ് നാമധേയം മകേര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. രാജേഷ് നാമധേയം രേവതി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. അനഘ നാമധേയം ജ്യോതി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. റിജിത്ത് വട്ടുകുളം നാമധേയം ഉത്തര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. സജീവ് നാമധേയം തിരുവോണ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ലീന നാമധേയം തിരുവോണ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. അഞ്ജലി നാമധേയം ഉത്രട്ടാതി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. വിഘ്നേശ് നാമധേയം ഉത്രാട നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. മനു നാമധേയം പൂര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ജയ്ശങ്കർ നാമധേയം മകേര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. രോഹിണി നാമധേയം രോഹിണി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ഗൗതം നാമധേയം മകൻ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. മൈഥിലി നാമധേയം രോഹിണി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ഗൗതം നാമധേയം മകൻ നക്ഷത്രം. ശ്രീനാഥ് നാമധേയം പൂയ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ബാബു നാമധേയം മനിര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. റോബിൻ നാമധേയം മകേര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. അച്ചു നാമധേയം മനിര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ദൃശ്യ നാമധേയം ഉത്രാട നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ദിവ്യ നാമധേയം ചിത്ര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ഫാസി നാമധേയം തിരുവാതിര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. സജി നാമധേയം ഉത്രാട നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ഓം ശ്രീദേവി നാമധേയം മനിര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ജിജി നാമധേയം മകേര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. സുജേഷ് നാമധേയം ജ്യോതി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ലക്ഷ്മി നാമധേയം ശാഖ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. പ്രജിത നാമധേയം തിരുവോണ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. രാജേന്ദ്ര പ്രസാദ് നാമധേയം ചതയ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ദീപാ നാമധേയം ജ്യോതി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. വിപിൻ രാജ് നാമധേയം ജ്യോതി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. വിവേകരാജ് നാമധേയം പുണർദ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ഓം സനു നാമധേയം മൂല നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. അഞ്ജിത് പി നാമധേയം തിരുവാതിര നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ലീന നാമധേയം തിരുവോണ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. മണികണ്ഠൻ നാമധേയം ഉത്രാട നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. മണികണ്ഠൻ നാമധേയം ഉത്രാട നക്ഷത്രം. ധന്യ നാമധേയം പൂയ നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. അംബു നാമധേയം ജ്യോതി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ. ഓം സഞ്ജയ് കുമാർ നാമധേയം രോഹിണി നക്ഷത്രം. ഓം ശ്രീ മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സ്വാഹ.
ശ്രീലക്ഷ്മീ നാമധേയം തിരുവോണ നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. അഖിൽ നാമധേയം പൂയ നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. പ്രീതാ നാമധേയം അവിട്ട നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. സീതാനാമധേയം പൂര നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. മുനാ നാമധേയം തൃക്കേട്ട നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. ഓം ശ്രീ മഹാലക്ഷ്മി തന്നോമ. മീരാ നാമധേയം മനിട നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. ശ്രീനിവാസൻ നാമധേയം ചിത്തിര നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. മണിയോ ആ ഇതായി കഴിഞ്ഞ് ഞാൻ വരുവാ. മീരാ നാമധേയം മനിര നക്ഷത്രം ശ്രീനിവാസൻ നാമധേയം ചിത്ത നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. ശ്രീപ്രിയ നാമധേയം രോഹിണി നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. ഓം ശ്രീ മഹാലക്ഷ്മി തന്നോമ. ഓം ശ്രീ പ്രീതാ നാമധേയം ഔട്ടൻ നക്ഷത്രം സീതാ നാമധേയം പൂര നക്ഷത്രം മുന നാമധേയം തൃക്കേട്ട നക്ഷത്രം മീര നാമധേയം മനിര നക്ഷത്രം ശ്രീനിവാസൻ നാമധേയം ചിത്ര നക്ഷത്രം ശ്രീപ്രിയ നാമധേയം രോഹിണി നക്ഷത്രം സകുടുംബാനാം ക്ഷേമസ്ഥൈശ്വര്യ വിജയവീര്യ ആയുരാരോഗ്യ ഐശ്വര്യാദി അഭിവൃദ്ധ്യർത്ഥ്യം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. അനൂപ് നാമധേയം മകേര നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. വിപിൻ നാമധേയം കാർത്തിക നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. വിഷ്ണു നാമധേയം പൂയ നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. പ്രസാദ്വി നാമധേയം തിരുവോണ നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. ഓം ശ്രീ മഹാലക്ഷ്മി തന്നോമ. ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. ഓം ശ്രീ മഹാലക്ഷ്മി തന്നോമ. പ്രമോദിരിയൻ നാമധേയം പൂരാടൻ നക്ഷത്രം ആര്യൻ നാമധേയം പൂരൻ നക്ഷത്രം ബിന്ദു നാമധേയം രോഹിണി നക്ഷത്രം സുനിതാമോഹൻ നാമധേയം മകൻ നക്ഷത്രം അക്ഷയ് നാമധേയം മനിരൻ നക്ഷത്രം വിമല എൻ പി നാമധേയം തൃക്കേട്ട നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി സ്വഹം ബിന്ദു നാമധേയം തിരുവാതിര നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി തുളസീത തുഷാര നാമധേയം തിരുവോണം നക്ഷത്രം ഓം ശ്രീ ബിന്ദു നാമധേയം രോഹിണി നക്ഷത്രം ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് സ്വാഹാ. ഓം ശ്രീ മഹാലക്ഷ്മി തന്നോമ. മന്ത്രഹീനം ഭക്തിഹീനം ക്രിയാഹീനം എൽപ്പിതം മഹാഗണപതി പരിപൂർണം തസ്യ പ്രണാദോ. ഇനി വാടാ ഇനി വാ. ഗണ്ടൂഷം ഗണ്ടൂഷം കൊടുത്തിട്ട് ഗണ്ടൂഷം കൊടുത്തിട്ട് വിശേഷം വ്യക്തമുള്ള വഴി വന്നെങ്കിലേ നമുക്കെല്ലാം കാണാൻ പറ്റും. ആദ്യത മറക്കിയ മാധവന് ഓം സമർപ്പയാമി. ഓം മഹാഗണപതി നോമ. ഓം ഗംഗണപതി നമ. ഓം ഗംഗണപതി ഓം ഗംഗണപതി നമ. ഓം ഗംഗണപതി ഓം ഗംഗണപതി നമ.
महागणपतये नमः। ओम ओम गणपतये नमः। ओम गणपतये नमः। ओम मंत्रज्ञं भक्तिज्ञं व्याख्यानं पूजितं गणेशरावं पूर्णं दस्ते वीणाद भवन विज्ञानमय सत्सदाउंगेन भाग्यं पूरं प्राणबुद्धिदेहाधर्मादिकारदाचरणस्थित्यास्तासमर्षावाचकर्मणाप्त्यामोदरेण सर्वं बहुस्वहाउंगेन स्वामी श्री गणेशराय दिव्यं सम्यक् समर्पयामि ओं तत्सर्वप्रसन्नार्थे समर्पयामि। ओम गाम हृदय भागी से स्वभाव रंजनदायी विष्णु के शाश्वतमृताय विष्णु प्रियाय नारायणी नमः। देवीभ्यो नमः श्रीभ्यो नमः गुरुभ्यो नमः गणपति विघ्नेशं तपरिशलाश वडिगादं कल्लसल्लट्टुगेतो श्रीपाठस्वामी सोमवरदादेव वाचरूपयं कुंदाग्रं ओम केशं तपरिशलाश वडिगादं कल्लसल्लट्टुगेतो श्रीपाठस्वामी सोमवरदादेव वाचरूपयं कुंदाग्रं सर्वविघ्नहरं देवं सर्वविघ्नवर्जितं भागं सर्वभक्तानां सर्वोत्तिष्ठं भागं